സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. 4 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുള്ളത്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൺസൂൺ പതിവിലും നേരത്തെ എത്തും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. ഐഷത്തുൽ ഷംന ചേരുന്നു വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഷംന, വെരി ഗുഡ് മോർണിംഗ്. മഴ നേരത്തെ എത്തുകയാണല്ലേ? ഗുഡ് മോർണിംഗ് ആര്യ. അതെ, മഴ നേരത്തെ എത്തുകയാണ്. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ മഴ നേരത്തെ എത്തുന്നു. ആദ്യമായി മഴ നേരത്തെ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം പതിവിലും കൂടുതൽ മഴ ലഭിക്കും എന്നൊരു പ്രവചനം കൂടിയുണ്ട്. അതായത് ഇത്തവണ കാലവർഷത്തിനൊപ്പം ഈ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിൽ ഉൾപ്പെടെ ന്യൂനമർദ്ദം രൂപപ്പെടുന്നുണ്ട്. അതിന്റെ മഴ കൂടി ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ കാലവർഷത്തിൽ കുറച്ചധികം മഴ ലഭിക്കുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത്. ഒപ്പം തന്നെ നേരത്തെയൊക്കെ പ്രവചിച്ചിരുന്നത് മെയ് 27 കൂടി കാലവർഷം എത്തുമെന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, അതിനേക്കാൾ നേരത്തെ മെയ് 24 കൂടി തന്നെ മഴ എത്തുന്നു. അതായത് ഈ ആഴ്ചയിൽ തന്നെ മഴ കാലവർഷം എത്തുമെന്നതാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത്. ഒപ്പം തന്നെ അതിനു മുൻപായിട്ട് കാലവർഷ മഴയല്ലാതെ തന്നെ വേനൽ മഴയായി തന്നെ കൂടുതൽ മഴ ലഭിക്കുന്നു. സംസ്ഥാനത്ത് ഇന്ന് വ്യാപക മഴയാണ്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലൊക്കെ അതിശക്തമായ മഴയാണ് പ്രവചിച്ചിട്ടുള്ളത്. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം മറ്റ് 7 ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലേർട്ട് ഉണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. ഇന്നും നാളെയും ഒക്കെ അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രവചനം. എന്തായാലും പതിവിലും കൂടുതൽ മഴ ലഭിക്കും. ശക്തമായ മഴയായിരിക്കും. ഒപ്പം ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. രാത്രികാലങ്ങളിൽ മഴ ശക്തമാവാൻ സാധ്യതയുണ്ട്. മണ്ണിടിച്ചിൽ പോലെയുള്ള പ്രതിഭാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇതുകൊണ്ടൊക്കെ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നുകൂടി ഒരു മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട്. ആര്യ, ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകുന്നത്. ഷംന, ഇതിപ്പോൾ മഴ നേരത്തെ വരുന്നതൊക്കെ നമുക്ക് ആശ്വാസമാണ്. കാരണം വലിയ ചൂടിലൂടെയായിരുന്നു നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചൂടിനൊക്കെ ഒരു ആശ്വാസവും. പക്ഷേ വിചാരിച്ചതിലും അല്ലെങ്കിൽ ഇതുവരെ ലഭിച്ചതിലും അധികം മഴ ലഭിക്കുമെന്നൊക്കെ പറയുന്നത് ഒരു ആശങ്കയല്ലേ? നമുക്കറിയാം, ഓരോ മഴക്കാലത്ത് നമ്മൾ നേരിടുന്നത് ഒട്ടനവധി പ്രതിസന്ധികളാണ്. അപ്പോൾ ഈ മഴക്കാലത്തെ നേരിടാൻ സജ്ജമാണോ സംസ്ഥാനം? ആര്യ, തീർച്ചയായും നിരവധി മുന്നറിയിപ്പുകൾ ഇപ്പോൾ അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ആശങ്കയുള്ള മറ്റൊരു കാര്യം, ആദ്യഘട്ടങ്ങളിലൊക്കെ മഴക്കാലത്ത് കാലവർഷം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ കാലവർഷം പകുതിയാവുമ്പോഴൊക്കെയാണ് ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിൽ പ്രതിഭാസം ഉണ്ടാകും, മഴ കൂടുതൽ ലഭിക്കുന്നു എന്നുള്ള മുന്നറിയിപ്പൊക്കെ ലഭിക്കാറ്. പക്ഷേ ഇത്തവണ അത് നേരത്തെ കാലവർഷം എത്തുന്നതിന് മുൻപ് തന്നെ പ്രവചിച്ചു. അതൊരു ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ കൂടുതൽ മഴയുണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പുണ്ട്. ഒപ്പം തന്നെ ഈ മണ്ണിടിച്ചിൽ പ്രതിഭാസം, രാത്രികാലങ്ങളിലെ അതിശക്തമായ മഴ, ഇതൊക്കെ നമ്മുടെ യാത്രക്കാർക്കൊക്കെ ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണ്. എന്തായാലും സംസ്ഥാനം ഒരുക്കമാണ് മഴയെ വരവേൽക്കാൻ. കാരണം അതിശക്തമായ ചൂട് തന്നെയായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒരു ആശ്വാസമായി തന്നെയാണ് മഴ എത്തുന്നത്. ഒപ്പം തന്നെ ഈ മുന്നറിയിപ്പുകൾ അത് കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. എന്തായാലും മൺസൂൺ എത്തുന്നതിന് മുൻപും ഇത്തവണ മഴ ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ശക്തമായി തന്നെ ലഭിക്കുന്നു എന്നതാണ്. ആര്യ, തീർച്ചയായും ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്.